തലസ്ഥാന നഗരം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം CPM-നും കോൺഗ്രസിനും ഒരുപോലെയുണ്ട്. കാരണം കോൺഗ്രസ് അവിടെ നേരത്തെ ദുർബലമായിട്ടുണ്ട്. ആ ദുർബലമായതിനു ശേഷമാണ് BJP അവിടെ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ CPM ദുർബലമാകുന്നു. അപ്പോൾ അവരെ അടിച്ചു കയറുന്നു. രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തിരുന്നു. അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിലമ്പൂർ ഇലക്ഷൻ്റെ കാലത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കൂടുതലായി, നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി വേണോ വേണ്ടെന്നുള്ള ചർച്ചയിലായിരുന്നല്ലോ. അവർ പൂർണ്ണമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ രാജീവിനെ സംബന്ധിച്ച് ഫണ്ടിന് ബുദ്ധിമുട്ടില്ല, അവർക്ക് ആൾബലമുണ്ട്, അവർക്ക് നാഷണൽ സപ്പോർട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലെത്തി, ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് ഭരണത്തിലെത്തി എന്നുള്ളൂ. ആ ഭരണത്തിലെത്തിയത് പോലും കോൺഗ്രസും CPM-ഉം വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഭരണം ഇല്ലാതാക്കാൻ കഴിയും. അത് അവിടെ മാത്രമല്ല, പാലക്കാടും ഇല്ലാതാക്കാൻ കഴിയും, അത് തൃപ്പൂണിത്തുറ ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ BJP ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പാലക്കാട്, തൃപ്പൂണിത്തുറ, തിരുവനന്തപുരം. കോൺഗ്രസും CPM വിചാരിച്ചാൽ അവർ വിചാരിക്കുമെന്ന് അറിയില്ല. തിരുവനന്തപുരത്ത് കഷ്ടമായിരിക്കും. തിരുവനന്തപുരത്തോടെ അവരിത് ക്രോസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ വലിയൊരു മുന്നേറ്റം നടത്തിയെന്ന് പറയാൻ കഴിയില്ല. ഇനി വോട്ട് പെർസെൻറ്റേജ് നമുക്കിപ്പോഴും കണക്ക് ലഭ്യമല്ല. വോട്ട് പെർസെൻറ്റേജ് നോക്കുമ്പോഴാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് പെർസെൻറ്റേജ് അതിന് തൊട്ട് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും അതിന് മുമ്പുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും കുറവായിരുന്നു. പക്ഷേ ഇത്തവണ വോട്ട് പെർസെൻറ്റേജ് അവർ കൂടുതലുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിൻ്റെ വോട്ട് പെർസെൻറ്റേജ് കണക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ BJP അങ്ങനെ വലിയ മുന്നോട്ട് പോക്കുണ്ടായി എന്ന് കണക്കാക്കുന്നതിൽ കാര്യമില്ല. പിന്നെ സ്വാഭാവികമായ അവരുടെ ഗ്രാജുവലി ഒരു വോട്ട് വളർച്ചയുണ്ട്, സീറ്റ് വളർച്ചയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പോലും കഴിഞ്ഞ 2020-ലോ 2025-ലോ നമുക്ക് ദൃശ്യമായ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ വിഷയം തലസ്ഥാന നഗരം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും CPM. തലസ്ഥാന നഗരം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം CPM-നും കോൺഗ്രസിനും ഒരുപോലെയുണ്ട്. കാരണം കോൺഗ്രസ് അവിടെ നേരത്തെ ദുർബലമായിട്ടുണ്ട്. ആ ദുർബലമായതിനു ശേഷമാണ് BJP അവിടെ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ CPM ദുർബലമാകുന്നു. അപ്പോൾ അവരെ അടിച്ചു കയറുന്നു.